വെൽക്കം ടു ഈവാസ് കിച്ചൺ. ഇന്ന് നമ്മൾ ഈസി ആയിട്ട് വീട്ടിൽ ഒരു ബർഗർ എങ്ങനെ ഉണ്ടാക്കിയെടുക്കാമെന്നാണ് നോക്കാൻ പോകുന്നത്. ഈ ബർഗർ ഉണ്ടാക്കാൻ നമുക്ക് ഇഷ്ടം പോലെ ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. വെറും 5-6 ഇൻഗ്രീഡിയൻസ് കൊണ്ട് നമ്മളൊരു ടേസ്റ്റി ബർഗറാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ അവസാനം വരെ കാണുക. ഈ ബർഗർ ഉണ്ടാക്കാൻ നമുക്ക് വേണ്ട ഇൻഗ്രീഡിയൻസ്: ബൺ, കപ്പലണ്ടി, കെച്ചപ്പ്. ഇനി ഇതിനകത്ത് വെക്കാൻ വേണ്ടി നമുക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, മല്ലിയില, ഇത്രയും സാധനം വേണം. ഇതെല്ലാം നമ്മൾ അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഒരു മിക്സറിലോട്ട് നമ്മുടെ തക്കാളിയും മല്ലിയിലയും മുളകും അരിഞ്ഞു വെച്ചത് ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നല്ലവണ്ണം നമ്മൾ അരച്ചെടുക്കാൻ പോവുകയാണ്. ഇത് ചെറുതായിട്ടൊന്ന് അരഞ്ഞു വരുമ്പോൾ നമ്മൾ ഇതിലേക്ക് ഒരു 1/4 ഗ്ലാസ് വെള്ളം. ഇനി നമുക്കിത് നല്ലവണ്ണം അരച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ നമ്മുടെ പേസ്റ്റ് റെഡി ആയിരിക്കുകയാണ്. ഇതിലേക്ക് ഇച്ചിരി ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി നമുക്ക് കപ്പലണ്ടി ഒന്ന് വറുത്തെടുക്കാം. കപ്പലണ്ടി വറുക്കുമ്പോൾ ഇച്ചിരി ഉപ്പ് ഇട്ട് വറുക്കണം. ഇനി നമുക്കതൊന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ ആ ബർഗറിൻ്റെ സ്റ്റഫിംഗ് ആയിട്ട് വെക്കാൻ പോകുന്നത്. എന്തൊക്കെയാണ്? ഗ്രീൻ ചട്നി, നമ്മുടെ കപ്പലണ്ടി പൊടിച്ചത്, ഉള്ളിയും തക്കാളിയും സ്ലൈസും ക്യൂബായിട്ട് അരിഞ്ഞതും. ഇനി നമുക്ക് നമ്മുടെ ബണ്ണെടുത്ത് പകുതിയായിട്ട് കറക്റ്റായിട്ട് കട്ട് ചെയ്തതിന് ശേഷം നമ്മുടെ ഗ്രീൻ ചട്നി ഇതേപോലെ നല്ലവണ്ണം തേച്ച് കൊടുക്കാം. എരിവ് കൂടുതൽ ഇഷ്ടമുള്ളവർക്ക് അത് നമ്മുടെ ഗ്രീൻ ചട്നി കുറച്ച് നല്ലവണ്ണം ചേർക്കാം. അല്ല, കുറച്ച് മീഡിയം എരിവാണ് ഇഷ്ടമെങ്കിൽ കുറച്ച് ചേർത്താൽ മതി. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും സ്ലൈസായിട്ട് അരിഞ്ഞത് 2-3 പീസ് വെച്ച് കൊടുക്കാം. ഇനി നമുക്ക് ഇതിലേക്ക് കപ്പലണ്ടി പൊടിച്ച് വെച്ചേക്കുന്നത് ഇട്ട് കൊടുക്കാം. കപ്പലണ്ടി ഒത്തിരി ഇടേണ്ട ആവശ്യമില്ല. ഇനി നമുക്ക് നമ്മുടെ ഉള്ളിയും തക്കാളിയും ക്യൂബായിട്ട് അരിഞ്ഞത് നമുക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് നമ്മുടെ കെച്ചപ്പ് അത് ഇതേപോലെ ഡോട്ടായിട്ട് ഇട്ട് കൊടുക്കുക. ഞാനിവിടെ മാഗിയുടെ കെച്ചപ്പാണ് ഉപയോഗിക്കുന്നത്. കെച്ചപ്പ് ചേർത്തതിന് ശേഷം 2 ബണ്ണിൻ്റെ മടിയിൽ ഇതേപോലെ കൈയെടുത്ത് ഒരേ സമയത്ത് മടക്കിയെടുക്കുക. എന്നിട്ട് ഇതേപോലെ പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബർഗർ ഇതാ റെഡി ആയിരിക്കുകയാണ്. ഇത് നിങ്ങളെല്ലാവരും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇതേപോലുള്ള അടിപൊളി വീഡിയോസുമായി ഞങ്ങൾ വീണ്ടും എത്തിച്ചേരുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ ബൈ.